പാകിസ്ഥാന്റെ ഭരണഘടന തിരുത്തിക്കൊണ്ട് തന്റെ സ്ഥാനവും അധികാരവും ഉറപ്പിക്കാനുള്ള ശ്രമമാണ് പാക് സൈന്യാധിപനായ അസിം മുനീർ നടത്തുന്നത്. ഈ നീക്കത്തെ തകർക്കാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിക്കുമെന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ ഇപ്പോൾ നിലവിളിക്കുകയാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാന് നേരെ ഒരു ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ അസിം മുനീറിന്റെ സേനയെ തകർക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഈ ഭരണഘടന തിരുത്തി എഴുതാനുള്ള നീക്കത്തെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ആർട്ടിക്കിൾ 243 തിരുത്താനാണ് ശ്രമിക്കുന്നത്. ഫീൽഡ് മാർഷൽ എന്ന പദവി ലഭിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ ഭരണഘടനാ പ്രകാരം അങ്ങനെ പ്രത്യേക അധികാരമൊന്നും ഫീൽഡ് മാർഷലില്ല. അതുകൊണ്ട് തന്നെ അസിം മുനീറിന് പ്രത്യേകിച്ച് ഇതുകൊണ്ട് നേട്ടവുമില്ല. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പറയുന്ന ബന്ധം കൂടുതൽ വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും പാകിസ്ഥാന്റെ പ്രസിഡന്റായിട്ട് മാറാനായിട്ട് അസിം മുനീർ ശ്രമിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിലൂടെ ജഡ്ജിമാരുടെ സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനമെടുക്കാനായിട്ട് അസിം മുനീറിന് സാധിക്കും. പക്ഷേ സായുധ സേനയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും കൈപ്പിടിയിൽ ഒതുങ്ങില്ല. അതുകൊണ്ട് ആർട്ടിക്കിൾ 243 ഭേദഗതി ചെയ്യണം. ഇത് പറയുന്നത് അവിടുത്തെ നിയമ സഹമന്ത്രി തന്നെയാണ്. നിയമ സഹമന്ത്രി ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പാക് പ്രധാനമന്ത്രി ഈ PPP എന്ന് പറയുന്ന പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള ബിലാവൽ ഭൂട്ടോയെ സന്ദർശിച്ച് അല്ലെങ്കിൽ വിവരങ്ങൾ അറിയിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പോകുന്നു. ഇക്കാര്യം ബിലാവൽ ഭൂട്ടോ ട്വീറ്റ് ചെയ്തതിന് ശേഷമാണ് പാകിസ്ഥാനിലെ ജനങ്ങളും അതുപോലെ തന്നെ ലോക ജനതയും അറിയുന്നത്. അപ്പോൾ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുക, അധികാരം ഉറപ്പിക്കുക, ഇത് തന്നെയാണ് അസിം മുനീർ ലക്ഷ്യമിടുന്നത്. ഈ മാസം 26-ാം തീയതിയോടുകൂടി അസിം മുനീറിന് തൻ്റെ പദവി ഒഴിയേണ്ടി വരും. കാരണം റിട്ടയർ ചെയ്യേണ്ട സമയമാണ്. നേരത്തെ കഴിഞ്ഞ വർഷവും വിവാദപരമായ ഒരു തീരുമാനത്തിലൂടെ സൈന്യാധിപൻ്റെ അധികാര കാലയളവ് 3 വർഷം എന്നുള്ളത് 5 വർഷമാക്കി മാറ്റിയിരുന്നു. ഇനിയിപ്പോൾ വേണ്ടത് എന്താ? 64 വയസ്സെന്നുള്ള റിട്ടയർമെൻറ്റ് കാലാവധി മാറ്റിയതാണ്. പക്ഷേ ഈ നവംബർ 28-ാം തീയതി വിരമിക്കാനുള്ള ആ നീക്കത്തെ അട്ടിമറിക്കണം. മാത്രമല്ല പാകിസ്ഥാൻ്റെ ഭരണഘടനാ പ്രകാരം ഫെഡറൽ ഗവൺമെൻറ്റിനാണ് അവിടുത്തെ സായുധ സേനയുടെ നിയന്ത്രണവും കമാൻഡുമെല്ലാം. ഇതെല്ലാം തന്നെ സൈന്യത്തിൻ്റെ കയ്യിലേക്ക് എത്തണം. എന്ന് പറഞ്ഞാൽ സായുധ സേനയുടെ നിയന്ത്രണം സൈന്യത്തിനായിരിക്കണം. അങ്ങനെ സൈന്യത്തിൽ തൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ഈ അസിം മുനീർ ശ്രമിക്കുന്നത്. 1973 ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഈ ഫീൽഡ് മാർഷലായിട്ട് വരുന്ന ആദ്യത്തെ ആൾ ഒരുപക്ഷെ അസിം മുനീറാണ്. അതുകൊണ്ടാണ് ഈ ഫീൽഡ് മാർഷലിന് ഭരണഘടനയിൽ പ്രത്യേക അധികാരങ്ങളോ അവകാശങ്ങളോ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനയിൽ സൈനിക സ്വാധീനം ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അസിം മുനീർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിവിൽ സൈനിക സന്തുലിതാവസ്ഥ വർദ്ധിക്കും എന്നുള്ള ഒരു ആശങ്ക അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പറയുകയാണ് മോദിയെ ഒന്ന് വിളിക്ക്, POKയിൽ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ബലൂജിൽ ആക്രമണത്തിന് സഹായം നൽകുമെന്ന് പറഞ്ഞില്ലേ, അത്തരത്തിൽ ഒരു ആക്രമണം ഇന്ത്യ നടത്തിക്കോട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ഭരണാധികാരിക്കെതിരെ മറ്റൊരു രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ വിളിക്കൂ എങ്കിലേ നമ്മൾ രക്ഷപ്പെടൂ എന്ന് പറഞ്ഞ് കേഴേണ്ട ഒരു അവസ്ഥ പാകിസ്ഥാൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 27-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഈ പറയുന്ന അസിം മുനീറിന് കൂടുതൽ പദവിയും അധികാരവും സ്ഥാനവും ഒക്കെ ലഭിക്കും. ഇതാണ് ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അപ്പോൾ സൈന്യത്തിൻ്റെ സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും സിവിലിയൻ ഭരണകൂടത്തിന് മുകളിൽ സൈന്യത്തിന് അധികാരമുണ്ട്. അപ്പോൾ ഈ സിവിലിയൻ ഭരണകൂടത്തെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ സൈന്യം ഏതാണ്ട് അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല പാകിസ്ഥാനിലെ ഏറ്റവും അധികം സ്വാധീനമുള്ള വ്യക്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞത് അസിം മുനീറിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് മുനീറാണ് യഥാർത്ഥ ഭരണാധികാരി അല്ലെ ഭരണത്തലവൻ എന്ന നിലയിൽ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത്. 3 തവണയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ക്ഷണമനുസരിച്ച് വൈറ്റ് ഹൗസിലേക്ക് അസിം മുനീർ എത്തിയത്. അവിടെ എത്തിയെന്ന് മാത്രമല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ എത്തുന്ന ഒരു സൈനിക മേധാവിയെ ആദ്യമായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിച്ച സംഭവമുണ്ടായി. അത് ഡൊണാൾഡ് ട്രംപാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത് എന്താണ്? ട്രംപിൻ്റെ ആയിട്ടുള്ള മീറ്റിങ്ങിനിടയിൽ പറയുന്നു പ്രതിരോധ നയം, വിദേശകാര്യ ബന്ധങ്ങൾ, സാമ്പത്തിക ആസൂത്രണം ഇക്കാര്യത്തിലെല്ലാം തന്നെ നിർണായക പങ്ക് വഹിക്കുന്നത് ഇപ്പോൾ അസിം മുനീറാണ്. അപ്പോൾ ബിലാവൽ ഭൂട്ടോ പറയുന്ന കാര്യം വളരെ കൃത്യമാണ്. അസിം മുനീറിനെ എതിർക്കുന്ന നേതാക്കളെ മുഴുവൻ പിടിച്ച് ജയിലിലിടും. ഇപ്പോൾ ഇമ്രാൻഖാൻ്റെ അവസ്ഥ, എത്രയോ കാലമായിട്ട് ഇയാൾ ജയിലിലാണ്, അയാളെ ഒന്നും മോചിപ്പിക്കുന്ന പോലുമില്ല. PTI എന്ന് പറയുന്ന അതിൻ്റെ പാർട്ടിയെയോ നേതൃത്വത്തെയോ ഒന്നും മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. അപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട വ്യക്തിയെന്ന് ട്രംപ് തന്നെ വിളിച്ചതോടുകൂടി
താനാണ് ഇനി ശരിക്കും പാകിസ്ഥാൻ പ്രസിഡന്റ് എന്ന ഒരു അധികാരം ഹുങ്കൊക്കെ തന്നെ ഇയാൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഈ പഹൽഗാം ആക്രമണവും അതിനെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെയും ഒക്കെ കാരണക്കാരനും അസിം മുനീറാണെന്ന് പാക് ജനത വിശ്വസിക്കുന്നു. കാരണം പാകിസ്ഥാൻ്റെ കഴുത്തിൽ ധമനികളാണ് ഈ പറയുന്ന കശ്മീർ. അതുപോലെ തന്നെ മുസ്ലിം സമുദായം എന്ന് പറയുന്ന ഹിന്ദുക്കളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്, ഞങ്ങൾക്ക് പ്രത്യേക അവകാശമുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ പ്രസ്താവനയെ തുടർന്നാണ് പിന്നീട് പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നത്, ഓപ്പറേഷൻ സിന്ദൂരിലൂടെ തിരിച്ചടി കിട്ടുന്നത്. അപ്പം അസിം മുനീറാണ് യുദ്ധത്തിന് കാരണമെന്ന് ജനങ്ങൾ പറയുന്നു. ഇപ്പം പറയുന്നത് എന്താ, ഏത് സമയത്തും ഇന്ത്യക്കെതിരായിട്ടുള്ള നിർണായകമായ പ്രതികരണത്തെ ഞങ്ങൾ ഗൗരവത്തോടെ കാണും, ഞങ്ങൾ ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കും. അപ്പം ആണവ യുദ്ധത്തിൻ്റെയൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി, യുദ്ധത്തിൻ്റെ കാലമൊക്കെ മാറി, ഇനി ആണവവൽക്കരണമാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അസിം മുനീർ പ്രകോപനം നടത്തുന്നു. അപ്പോൾ ഇന്ത്യയെ കൂടുതൽ ജാഗ്രത പാലിക്കാനായിട്ടുള്ള ചില സൂചനകളാണ് അസിം മുനീർ ഇവിടെ നൽകുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 243 ഭേദഗതി ചെയ്തുകൊണ്ട് തൻ്റെ സ്ഥാനവും അധികാരവും ഒക്കെ ഉറപ്പിക്കാനായിട്ട് അസിം മുനീർ ശ്രമം നടത്തുമ്പോൾ പാകിസ്ഥാൻ ജനങ്ങൾ വലിയ ഭീതിയിലാണ്. കാരണം ഖൈബർ പഖ്തൂൺഖ്വ മേഖല, ബലൂജ് മേഖലയിലൊക്കെ തന്നെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അവർക്ക് സൈനിക സാമ്പത്തിക സഹായം നൽകുന്നത് ഇന്ത്യയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മോദിയുടെ സൈന്യത്തിൻ്റെ ഒരു സഹായമുണ്ടെങ്കിൽ ഈ അസിം മുനീറിൻ്റെ ധാർഷ്ട്യം അവസാനിപ്പിക്കാമെന്ന് പറയുന്നത്. മുമ്പ് അയൂബ് ഖാൻ എന്ന് പറയുന്ന ഒരാൾ സൈനിക അട്ടിമറിയിലൂടെ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുത്തു. അന്ന് ഫീൽഡ് മാർഷലായിട്ടൊക്കെ മാറുകയും ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ ഫീൽഡ് മാർഷലാണ് ഈ അസിം മുനീർ. ആ ഒരു പദവി കിട്ടിയിട്ടും തനിക്ക് പ്രത്യേക അധികാരമില്ലാത്തതിൽ വലിയ അസംതൃപ്തനാണ് അസിം മുനീർ. അതുകൊണ്ട് വീണ്ടും ഒരു സൈനിക അട്ടിമറി നടത്താതെ ഭരണഘടന ഭേദഗതി ചെയ്ത് രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് നടന്നു കയറാനാണ് ഇപ്പോൾ അസിം മുനീർ ശ്രമിക്കുന്നത്. അപ്പോൾ സായുധ സേനയുടെ നിയന്ത്രണവും കമാൻഡുമൊക്കെ ഫെഡറൽ ഗവൺമെൻറ്റിൽ അധിഷ്ഠിതമായത് മാറ്റണം. ഇത് മാത്രമല്ല, ഈ ജഡ്ജിമാരുടെ, അപ്പോൾ ഭരണഘടനാ കോടതിയിലെ ജഡ്ജിമാരുടെ സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം അസിം മുനീറിൻ്റെ കൈകളിലേക്ക് വരും. അപ്പോൾ സുരക്ഷിതവും ദീർഘിപ്പിച്ചതുമായ ഒരു സ്ഥാനം സ്വന്തമാക്കാൻ വേണ്ടി അസിം മുനീർ കരുക്കൾ നീക്കുകയാണെന്ന് പാകിസ്ഥാൻ ജനതയും മനസ്സിലാക്കുന്നുണ്ട്. ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിനോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. കാരണം 3 തവണയാണ് ഡൊണാൾഡ് ട്രംപ് അസിം മുനീറിനെ സ്വന്തം രാജ്യത്തേക്ക് വിളിക്കുന്നു, വൈറ്റ് ഹൗസിൽ വെച്ച് ഉച്ചഭക്ഷണ വിരുന്ന് നൽകുന്നു. ഇത്തരത്തിലുള്ള ഒരു വലിയ പിന്തുണ കിട്ടുന്നതുകൊണ്ട് അസിം മുനീറിന് കൂടുതൽ ധാർഷ്ട്യവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാനിലെ പ്രധാന വ്യക്തി മുനീറാണെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും ദുഷ്ടശക്തികളുടെ പിടിയിലാണ്, അല്ലെ സംഘത്തിൻ്റെ വലയിലാണ് അസിം മുനീർ എന്ന് പറയുന്ന സൈന്യാധിപൻ. ഇതാണ് സാധാരണക്കാരായ പാക് ജനതയുടെ കാഴ്ചപ്പാട്. പട്ടിണിയിൽ, ദുരിതത്തിൽ, അതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലൊക്കെയാണ് സാധാരണക്കാരായ പാകിസ്ഥാൻ ജനത. അവർക്ക് അസിം മുനീറിനെ പോലെ മർക്കട മുഷ്ടിയുള്ള ഒരു ഭരണാധികാരി വീണ്ടും അവിടെ അധികാരത്തിൽ വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ടാണ് സിന്ധ് പ്രവിശ്യയിൽ ഉൾപ്പെടെ ഇപ്പോൾ ഈ കലാപ സമാനമായ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത്. കൂടാതെ നമ്മൾ ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടെ അവർക്ക് വേണ്ടത്ര വെള്ളം കിട്ടുന്നില്ല. കാർഷിക മേഖലയുടെ 80% നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കാർഷിക മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന ജനങ്ങളെ ഇനി ആര് സഹായിക്കും? പാക് ഭരണകൂടത്തിന് ഈ സിന്ധു മേഖലയിലേക്ക്, അതായത് സൈന്യത്തെ അയക്കാൻ പോലും കഴിയുന്നില്ല. എന്തിന്? ബലൂജ് മേഖലയിലേക്ക് ചെന്നാൽ അവിടുത്തെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന പാക് പട്ടാളക്കാരുടെ എണ്ണം കൂടി വരുന്നു. ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ അഫ്ഗാന്റെ സഹായത്തോടെ തെഹ്രിക്കെ താലിബാൻ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തുന്നു. അങ്ങനെ മൊത്തം അതൃപ്തമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് പാക് ജനത കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് പുതിയ ഭരണകൂടത്തിൻ്റെ തലവനായിട്ട് അസിം മുനീർ വരുന്നത് രാജ്യത്തെ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുമെന്ന് അവർ ആശങ്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ച് എന്തെങ്കിലും ഒരു ആക്രമണം നടത്തിയാൽ ഈ ദുഷ്ടശക്തികളൊക്കെ ഇല്ലാതായി പോകും. തീവ്രവാദ ഭീകരവാദ നിലപാടുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഭരണകൂടം അട്ടിമറിക്കപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അസിം മുനീർ പ്രസിഡൻ്റായിട്ട് വരുന്നതോ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ട് കൂടുതൽ പദവികൾ നേടിയെടുക്കുന്നതോ അവിടുത്തെ സാധാരണക്കാർ ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഈ ഭരണകൂടത്തിനെതിരെ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ബിലാവൽ ഭൂട്ടോയുടെ ഈ പ്രസ്താവനയിലൂടെ മനസ്സിലാകുന്നത്. ആർട്ടിക്കിൾ 243 ഭേദഗതി ചെയ്യണമെങ്കിൽ മറ്റു പാർട്ടികളുടെ കൂടി സഹായം വേണം. എന്തായാലും പാകിസ്ഥാനിലെ 27ാം ഭരണഘടനാ ഭേദഗതി ഉടൻ നിലവിൽ വരാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ നീക്കങ്ങളും അസിം മുനീർ നടത്തുന്നുണ്ട്. പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണയുമായിട്ട് ഈ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സ്വാധീനമോ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഇടപെടലോ പാകിസ്ഥാനിൽ ഉണ്ടാകണമെന്ന് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.